ഞാനിപ്പോൾ ഈ ഒരു മെയിൻ ഡോർ വഴിയാണ് എൻ്റർ ചെയ്തത്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, വിച്ച് ലീഡ്സ് ടു ദി ലിവിങ് റൂം ആൻഡ് കിച്ചൺ. സോ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സൈഡിൽ ഐ വിൽ ഷോ യു. ഇതിൻ്റെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ ഇവരുടെ ഒരു ഫാമിലി, ഒരു വലിയൊരു ഫാമിലി കളക്ഷൻസ് തന്നെയുണ്ട്. ഉണ്ടല്ലേ, കുഞ്ഞുനാളിന് മുതലുള്ള ഫോട്ടോസ് ഇങ്ങനെ കളക്ട് ചെയ്ത് അവർ നല്ല ഭംഗിക്കാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കിനി ഈ സ്പൈറലായിട്ടുള്ള സ്റ്റെയർ കേസ് വഴി താഴോട്ടിറങ്ങാം. ഇവിടെയാണ് പപ്പ ആന്ത്രിയാസിൻ്റെയും എഫിയുടെയും റൂമും അതുപോലെ തന്നെ ലിവിങ് റൂമും കിച്ചണും വരുന്നത്, മെയിൻ കിച്ചൺ വരുന്നത്. സോ ഇവിടെ ഒരു വലിയൊരു മിററുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂം. കണ്ടോ, ക്രിസ്മസ് ട്രീ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ എല്ലാം ക്രിസ്മസ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കും കുറേ ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു, ഞാനത് പിന്നീട് കാണിച്ചു തരാം. ഇവിടെ ഒരു ഫയർ വാൾ ഉണ്ട്. നോക്കിയേ, ഈ ഒരു പോർഷന് പുറത്ത് ചൂടും വരത്തില്ല. പക്ഷേങ്കിൽ ഞാൻ ആദ്യമായിട്ടുണ്ട് പുറത്ത് ഇതിങ്ങനെ തീ വരുന്നത് പുകയൊന്നും ആവത്തില്ലേ ഇത്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇല്ല, ഇതിൻ്റെ പുറകിൽ കൂടെ പൈപ്പൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനത്തെ പേടിയേ വേണ്ടാന്ന് പറഞ്ഞു. സോ ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂം. കണ്ടോ, അതിനപ്പുറത്താണ് ഡൈനിങ് ടേബിളെല്ലാം ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ എല്ലാം ഒരു ആൻറ്റീക്ക് രീതിയിലാണ് ഇവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മേളിൽ കുറേ പൈനിൻ്റെ വിത്തുകൾ, സോ എല്ലാം ക്രിസ്മസിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തേക്കാണ്. ഇത് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം മാറ്റും. എല്ലാം മിനിയേച്ചറായിട്ടുള്ള വർക്കുകളാണ്. കണ്ടോ, നല്ല ഭംഗിയില്ല ഇതൊക്കെ കാണാനായിട്ട്. എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. സോ കണ്ടോ, ഇത് ക്യാൻഡിൽസ്, കുറേ ചോക്ലേറ്റ്സ്. ആ വിൻഡോയിൽ പോലെ തന്നെ ഇവിടെയുണ്ട് കുറച്ച് ഇലയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നത്. പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. മെയിൻ ഡൈനിങ് ഹാള് വരുന്നത് ഒരു എന്താ പറയുക, ഒരു 6-8 പേർക്കിരിക്കാനുള്ള ഒരു വലിയൊരു ഡൈനിങ് ഹാളുണ്ട്. ഇതെല്ലാം എഫിയും പപ്പ ആന്ത്രിയാസും ഓരോ തവണ ഓരോ സ്ഥലങ്ങളിൽ വെക്കേഷന് പോകുമ്പം മേടിച്ചുകൊണ്ട് വരുന്ന ചെറിയ ചെറിയ ഗ്ലാസ്സുകളാണ്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇതിനെപ്പറ്റി തന്നെ അറിഞ്ഞത്. ഇത് ഒരു തവണ പോകുമ്പോൾ മേടിക്കുന്നതല്ല, ഓരോ തവണയും പോകുമ്പോഴും ഒരേ പാറ്റേണുള്ള സാധനങ്ങൾ. ഇത് കൂടുതലും ഫ്രാൻസിൽ നിന്ന് മേടിച്ചാന്നാണ് പറഞ്ഞത്, ഫ്രാൻസിലെ ടീ ഷോപ്പുകളിൽ. സോ ഇതെല്ലാം കബോർഡ്സാണ്. കബോർഡ്സിനകത്തെല്ലാം ഗ്ലാസും സാധനങ്ങളും ഒക്കെയാണ്. എല്ലാ ജനലിൻ്റെ സൈഡിലും ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവും. കണ്ടില്ലേ. പിന്നെ ഇവിടെയാണ് പപ്പ ആന്ത്രിയാസിൻ്റെ ചെറിയ കുറച്ച് മദ്യം കളക്ഷൻസ് ഉള്ളത്. ഇവർ ഡെയിലി മദ്യപിക്കുന്നവരൊന്നും